الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا وأشهد أن لا إله إلا الله وحده لا شريك له شهادة نعدها للقائه بكرا وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا يا مجيبي عند كل دعوة ويا غياثي عند كل شدة ويا رجائي حين انقطعت حيرتي أحمدك صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسرت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ تقول للذي أنعم الله عليه أنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك والله مبديه وتخشى الناس والله أحق أن تخشى فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا صدق الله مولانا العلي العظيم وقال نبينا وحبيبنا وأسوتنا وقائدنا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي فذنوبك كافور وربعك عنبر وسدسك ياقوت وبرك
فحين صار صديق وفاروق بن سرور وعثمان وسطى والسبابة حيدر إبهامنا خير رسول محمد إبهامنا خير الرسول محمد وديني من الأديان أعلى فخر وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من ذا العاصي صلاة الله مع تحيته سلام الله إجلال قدرك عسكا تفخيما صلوا عليه وسلموا تسليما സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാത്ര ഗോത്രകുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക പൊള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ ചിന്തക ക്ഷമിപ്പിന് ക്ഷമാശീലനാണത്രയും ശക്തനെന്നോദിയ വേദവാരംഗത കഷ്ടനാഥനായി ജാതനായെങ്കിലും ശിഷ്യർക്ക് നാഥനായി വർത്തിച്ച സാത്വിക അങ്ങയെ ചൂഴും 1000 ഓർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ കൈകോർത്തുമേകുന്നു മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും. സ്നേഹ ബഹുമാനാദുകൾ നിറഞ്ഞ സമാദരണീയനായ ബഹുമാനപ്പെട്ട സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ, ബഹുമാനനായ ജമാഅത്തിന്റെ ഖത്തീബ് ജലീൽ ഉസ്താദ് അവറുകൾ, ഈ പുണ്യമായ സദസ്സിൽ ഉപവിട്ടരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. അതിരട്ട ദയാപരനും അത്യുദാരനും അതുല്യനും അദൃശ്യനും അനുഗ്രഹദാതാവും അഖിലാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷമായി സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ കലകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകണം. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്ലാഹുവിനും അവന്റെ പ്രവാചകനും വെളിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാപരനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞമായ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷി, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്‌ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
അവർ അവരുടെ അപകടങ്ങളിൽ എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശുദ്ധമായ ഈ സദസ്സിന്റെ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അതെല്ലാം മാറ്റി അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഏറെ വൈകിയ ഈ സദസ്സിൽ ബന്ദിയോട് അൽ-അൻസാർ സാധു വിവാദ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു ഏകദിന മതപ്രഭാഷണ വേദിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ തിരക്കുകൾക്കുമിടയിൽ നിരാലംബരും നിരാശാവിഹീനമായ പതിനായിരങ്ങളുടെ ജീവിതത്തിന്റെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരൊപ്പം ഒരുമിച്ച് കൂടിയ അൽ-അൻസാർ സാധു വിവാദ സമിതിയുടെ എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ഒരൊറ്റ ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഏറെ നിങ്ങളെ വിഷമിപ്പിക്കാതെ നിശ്ചയിച്ചതിൽ നിന്ന് ഏതാണ്ട് 2.5 മണിക്കൂർ വൈകിയാണ് നമ്മുടെ ഈ സദസ്സ് തുടങ്ങുന്നത്. ഇത്രയും നേരം ഏറെ വിഷമതകളൊക്കെ സഹിച്ച് ഇവിടെ ഇരുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന ദുആയോടെ എല്ലാവർക്കും ഒരു പരിഭവം ഉണ്ടാകും. 2.5 മണിക്കൂർ ഇയാൾ എന്താണ് വൈകണത്, കൃത്യസമയത്ത് വരാത്തത് എന്താ എന്നൊക്കെ ചിന്തിച്ച് 2 മണിക്കൂർ ഇരുന്നതിന്റെ ഒരു അസ്വസ്ഥത എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ രാവിലെ 5 മണിക്ക് കാറിൽ കയറിയതാണ്. ഞാൻ ഏതാണ്ട് ഇതേവരെ 12 മണിക്കൂർ ഒരേ ഒരു ഇരിപ്പും വണ്ടി ഓടിയിടുവാണ്. അപ്പൊ നിങ്ങളെക്കാൾ കഷ്ടപ്പെട്ടത് ഇവിടെ എത്താൻ ഞാനാണ്. നമ്മുടെ തിരുവനന്തപുരം കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റം വരെ ഓടിയെത്താൻ രാവിലെ 5:20 ഏറനാട് എക്സ്പ്രസ് എങ്ങാനും ഒരു 5 മിനിറ്റ് കൊണ്ട് മിസ്സായി പോയാൽ പിന്നീട് വരാൻ വേണ്ടി ആ സമയത്ത് ഇവിടെ നിന്ന് കാർ ഓടിച്ച് 100-ൽ വന്നാൽ ഈ സമയത്ത് ഇവിടെ പരശുരാമത്താണെങ്കിലും കാസർഗോഡ് എത്തുമ്പോ ഏതാണ്ട് 9 മണിയും കണ്ടാവും പരശുരാമ. അപ്പൊ അതിന് കാത്തു നിന്നാൽ 9 മണിയായാലും കാസർഗോഡ് എത്തിയിട്ട് ഇവിടെ 10:30 എത്തും. തലേ ദിവസം പാതിരാ സമയത്ത് പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്ന് 2 മണിക്ക് ഞാൻ കിടക്കും. ആകെ 2 മണിക്കൂർ ഉറക്കത്തിന്റെ ഇടയിൽ എഴുന്നേക്കാൻ ഒരു 10 മിനിറ്റ് താമസമായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ 35 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പൊ ആ സമയത്ത് യാത്രയിൽ എന്തെങ്കിലും ഒരു സ്വാഭാവികമായ തടസ്സം ഉണ്ടായാൽ കാസർഗോഡ് ആയത് മനസൂഖൻ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഏതായാലും കാർ എടുത്ത് വരാൻ വേണ്ടി തീരുമാനിച്ചു. വന്ന് പരമാവധി അതിനകത്തിരുന്ന് നാരിയ സലാത്ത് ഓതി ഇത്രേ ഓടിക്കാൻ പറ്റും, അത്ര ഇവിടെ വരെ അതിന്റെ അപ്പുറത്തേക്ക് വണ്ടി പോവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഡ്രൈവർ 5 മണിക്ക് കയറിയിട്ട് ഇത്രയും സമയം വരെ 14 മണിക്കൂർ തുടർച്ചയായിട്ട് വണ്ടി ഓടിക്കുകയാണ്. അല്ലാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. ആമീൻ. ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ നോട്ടീസിൽ വിഷയമൊന്നും വെച്ചിട്ടില്ല. എന്നാലും വിശുദ്ധമായ റബീഉൽ അവ്വൽ ആയതുകൊണ്ട് ഒരു മദ്ഹുൻ നബി പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. കാസർഗോഡ് ഞാൻ വന്നിട്ട് ഇതുവരെ പറയാൻ എനിക്ക് അവസരം കിട്ടാതിരുന്നത് മദ്ഹുൻ നബിയാണ്. എല്ലാ വിഷയങ്ങളും സ്വർഗവും നരകവും പരലോകവും ഒക്കെ ഞാൻ കാസർഗോഡ് പല സ്ഥലത്ത് പറഞ്ഞു. ഏതായാലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സുഹൃത്തുക്കളുടെയും ഉടമസ്ഥൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമായ ഒരു ഹുബ്ബുൻ നബിയുടെ പ്രഭാഷണം അത് ഇവിടെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സ്ഥലത്തിന്റെ അതങ്ങനെ ഞാൻ ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട്. ഒന്ന് റബീഉൽ അവ്വലിലാണ് എന്റെ പ്രഭാഷണം നടക്കുന്നത്. രണ്ടാമത് ഞാൻ ഈ ഒരൊറ്റ ദിവസത്തെ പ്രസംഗത്തിന് വേണ്ടി ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഇവിടം വരെ ഓടി വരാനൊരു വലിയ കാരണക്കാരനാണ് നമ്മുടെ മദീന മൂസ സാഹിബ്. അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടിട്ടാണ്. ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് ഇറങ്ങി ആ മനുഷ്യന്റെ ഒരൊറ്റ മുഖം കണ്ടിട്ട് ഇനിയിപ്പൊ എങ്ങനെ വരൂല എന്ന് പറയാം എന്ന് കരുതിയിട്ട് വന്നാണ്. അപ്പൊ അദ്ദേഹം ഏതായാലും മദീന ആയതുകൊണ്ട് മദീനയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാരും പരിഭവമൊക്കെ മാറിയാ കാത്തിരുന്നരുത്. കാരണം മനസ്സിൽ വൈരാഗ്യം വെച്ചിട്ട് മദ്ഹുൻ നബി കേട്ടാലും മനസ്സിലിറങ്ങൂല. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ റബീഉൽ അവ്വൽ ആയതുകൊണ്ട് ഏതായാലും മദ്ഹുൻ നബിയുടെ ഹുബ്ബുൻ നബിയുടെ പ്രഭാഷണം ധാരാളം കേട്ടവരാണ്. ഞാനെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണം, അവിടുത്തെ ഹൃദയത്തിന്റെ നായകനാക്കണം എന്നതിന്റെ അടിസ്ഥാനമായി ഹരിതവർണ്ണ പതാകകളുമായി പച്ചക്കൊടികളുമായി മൗലിദിന്റെ പാരായണവുമായി നമ്മുടെ ഈ റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങൾ സ്വാർത്ഥകമാകുമ്പോൾ
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആശയുടെയും അഭിലാഷത്തിന്റെയും അവസാനവാക്കായി മനസ്സിലെ രാജകുമാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് മനസ്സിൽ നിറച്ചുകൊണ്ട് റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ആ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബിന്റെ പ്രതീകമായി നാം ഇത്രത്തോളം റസൂലുള്ളാഹിനെ പ്രേമിച്ചാൽ അതിന് പകരമായി നമുക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ്? ആ പ്രതിഫലം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് 3 പ്രതിഫലം കിട്ടുമെന്ന്. കൂടുതൽ സമയമൊന്നും ഞാൻ കളയുന്നില്ല, വളരെ പരിമിതമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ 3 പ്രതിഫലങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അത് 2 ദുനിയാവിലും, ഒന്ന് ജീവിക്കുമ്പോഴും ഒന്ന് മരിക്കുമ്പോഴും മറ്റൊന്ന് മരണശേഷവുമാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൂക്തങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഈ 3 പ്രതിഫലം, ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ, 2 മരിക്കുമ്പോൾ, 3 പരലോകത്ത് ചെല്ലുമ്പോൾ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളിൽ നബിയുടെ പ്രതിഫലം നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ ആ ഖുർആൻ പറഞ്ഞ പ്രതിഫലം എന്താണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ എന്റെ പ്രഭാഷണത്തിലോട്ട് കടന്ന് ആ 3 കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാന 10 സ്വലാത്തുകളിൽ കാര്യമായി ദുആ ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങൾക്ക് പരിസമാപ്തി കുറിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടെ നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുക. വിഷയം ഹുബ്ബുൻ നബിക്ക് നമുക്ക് കിട്ടുന്ന പ്രതിഫലം. ഈ ചെയ്യുന്നതിനൊക്കെ നമുക്കൊരു പ്രതിഫലം വേണ്ടേ? ആ പ്രതിഫലം എന്താണ്? 3 പ്രതിഫലം ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ഫി ലൗഹിൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിലൂടെ നാം നടക്കുകയാണ്. ഒന്ന് ജീവിതത്തിൽ, മറ്റൊന്ന് മരണത്തിൽ, 3 പരലോകത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ട്. ആ ഈ ലൈറ്റിന്റെ വെളിച്ചം കൊണ്ടൊന്നും കണ്ടുകൂടാ. ലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച അനേകം മുഹിബ്ബീങ്ങളുടെ, അനേകം പ്രേമ കാവ്യ പല്ലജങ്ങൾ എഴുതി തീർത്ത അനേകം അനുവാചകരുടെ കഥകൾ നാം കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കഥ നാം കേട്ടിട്ടുണ്ട്. അവരുടെ ചരിത്രം കേട്ടിട്ടുണ്ട്. അതെല്ലാം കേട്ട് തരപ്പിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊരു പ്രണയത്തിന്റെ കഥ പറയുകയാണ്. ആ കഥ മറ്റൊന്നുമല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞ ഒരു മൃഗത്തിന്റെ കഥ. അതിലൂടെ നമുക്ക് തുടങ്ങും. അല്ലാഹുവിന്റെ ഗുരുതോട് മക്ക രാജ്യത്ത് ദഅവത്തിന്റെ പ്രബോധനവുമായി, തൗഹീദിന്റെ പ്രബോധനവുമായി കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ ഒരു കാട്ടാളനായ കരുതരുത്ത ഒരു വേടനായ കാട്ടറബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ കടന്നുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന പരിപരിതനായ ഗ്രാമീണനായ കാട്ടറബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഏ ഗ്രാമീണനായ വേടനായ കാട്ടറബി, അയാളുടെ തോളത്ത് അയാൾ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉടുപ്പ് വിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടറബിയോട് പറഞ്ഞു, അല്ലാഹുവിൽ വിശ്വസിക്കുക, ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹു തുഫ്ലിഹു. ഏവനായ സംസ്കാരമറിയാത്ത, ജീവിതം എന്തെന്നറിയാത്ത കാട്ടറബിയോട് അല്ലാഹുവിനെയും അവന്റെ തിരുദൂതരെയും അനുസരിക്കുക, നീ ജീവിതത്തിൽ വിജയത്തിന്റെ തീരത്തെത്തുമെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ നേരെ നോക്കിയിട്ട് ആ കാട്ടറബി പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഞാൻ വിഷയത്തിലോട്ട് പോവുകയാണ്. ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെ ഞാൻ വിശ്വസിക്കും, നിന്നെ ഞാൻ അംഗീകരിക്കും. പക്ഷേ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എന്റെ ഈ തോളത്തിരിക്കുന്ന മിണ്ടാപ്രാണിയായ ഉടുമ്പുണ്ടല്ലോ, ആ ഉടുമ്പ് നിന്നെ വിശ്വസിച്ചാൽ, ആ ഉടുമ്പ് നിന്നെ കൊണ്ട് വാസ്തവമാക്കിയാൽ തീർച്ചയായും നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനായി നിന്നെയും വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുമ്പിലിരിക്കുന്ന കാട്ടാളന്റെ തോളത്ത് നിൽക്കുന്ന ഉടുമ്പിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉടുമ്പേ, ആരെയാണ് നീ ആരാധിക്കുന്നത്? നീ ആരാധിക്കുന്നത് ആരെയാണ്?
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് മനുഷ്യനോടല്ല, ആ മനുഷ്യന്റെ തോളത്തിരിക്കുന്ന ഉടുമ്പിനോട് പ്രവാചകൻ ചോദിച്ചു, ആരെയാണ് നീ ആരാധിക്കുന്നത്? ആ സമയത്ത് ആ ഉടുമ്പ് പറഞ്ഞ മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഹുദ്ദുബിയുടെ മീലാദ് നബിയുടെ പ്രഭാഷണത്തിലേക്ക് അനുരാഗത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ 1000 കാവ്യമല്ലങ്ങൾ തീർക്കുന്ന ഈ പാതിരാവിന്റെ പ്രഭാഷണത്തിലേക്ക് അങ്ങനെ മദീനയിലേക്ക് മനസ്സിന്റെ കവാടം തുറക്കുന്ന സലാത്തിന്റെ 1000 ബാഷ്പീകരണങ്ങൾ മദീനത്തിന്റെ റൗളയുടെ ഓരത്തോട് തൊട്ടുമുട്ട് കടന്നു വരുന്ന ഈ തുല്യമായ സലാത്തിന്റെ സദസ്സിലോട്ട് നമുക്ക് കടക്കാം. ആ ഉടമനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നീ ആരെയാണ് ആരാധിക്കുന്നത്? ആ ഉടമയുടെ മറുപടി എന്നറിയുമോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തിരുദൂതരെ മനുഷ്യൻ തിരിച്ചറിയാത്തത് തിരിച്ചറിഞ്ഞ ആൾക്കാരെ തിരിച്ചറിഞ്ഞ അത്ഭുതത്തിന്റെ കഥ പറയുന്നത് തുടങ്ങുകയാണ്. എന്റെ കാലം വന്ന് നിൽക്കുന്ന ഹോമോസെപ്പിയ ജീവിയായ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്തത് വികലകളില്ല എന്ന്, വികാരമില്ല, ബുദ്ധിയില്ല എന്ന് നാം പരിചയപ്പെടുത്തുന്ന കേവലം ഒരു ആൾക്കാരെ തിരിച്ചറിഞ്ഞാൽ ഇന്നും ലോകത്ത് ജീവിച്ചു നിൽക്കുന്ന പലപ്പോഴും മനസ്സിൽ അർബുദം പിടിച്ച, ഹൃദയത്തിലെ ക്യാൻസർ പിടിച്ച ചില മനുഷ്യർക്ക് മനസ്സിലാകാത്ത അല്ലാഹുവിന്റെ പ്രവാചകന്റെ അസാധാരണത്തെ തിരിച്ചറിഞ്ഞ ഒരു ആൾക്കാരെ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞ, നബിയെ, ഞാൻ ആരെയാണ് ആരാധിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ തിരുദൂതരെ മയ്യിസ്സമായി അർശുഹു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഗ്രി സബീലുഹു വഫിൽ ജന്നത്തി റഹ്മത്തുഹു വഫിൽ നാരി ഇഖാബുഹു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞ അല്ലാഹുവിന്റെ തിരുദൂതരെ മൻവിസ്സമായി അർശുഹു, ആരാണോ ആകാശത്തിന്റെ ഉന്നതമായ സിംഹാസനത്തിന്റെ ഉടമസ്ഥൻ, ആരുടെ അധികാരമാണോ ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തിൽ വാണരുന്നത്, ആരാണോ അലറിയെടുക്കുന്ന അരമാലകൾ ഉറഞ്ഞു നിൽക്കുന്ന മഹാസാഗരത്തിന്റെ നടുവിലൂടെ മനുഷ്യന് നടന്നു പോകാൻ വരികളും പാതകളും കെട്ടിത്തെളിച്ചത്, ആരുടെ അനുഗ്രഹത്തിന്റെ അനുസൃതമായ പ്രഭാതമാണോ സ്വർഗ്ഗലോകത്ത് പെയ്തിറങ്ങുന്നത്, ആരുടെ കഠിന കഠോരമായ ശിക്ഷയാണോ നരകത്തിൽ വിതക്കപ്പെട്ടിട്ടുള്ളത്, ആ അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് ആ ഉടമ്പ് അല്ലാഹുവിന്റെ പ്രവാചകനോട് മറുപടി പറയുമ്പോ അത്ഭുതസ്തബ്ധനായി നിൽക്കുന്ന കാട്ടാളന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്റെ തോളത്തിരുന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോ ആ ഉടമ്പിലൊക്കെ അത്ഭുതസ്തബ്ധനായി നിന്ന ആ കാട്ടാളന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത ചോദ്യം ചോദിച്ചു, അത്ര ഉടുമ്പ്, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ പോയ ദിനരാത്രങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മൗലിദ് പാരായണവുമായി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആയിരക്കണക്കിന് സലാത്തുകളുമായി നബിദിനത്തിന്റെ മീലാദ് നബിയുടെ രാമകലകൾ സ്വാർത്ഥകമാക്കിയ എന്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളുടെ ആശിഖീങ്ങളുടെ സദസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉടുമ്പിനോട് ചോദിച്ചു, ഉടുമ്പേ, ഞാൻ ആരെന്നറിയോ? ആ സമയത്തോട് പറഞ്ഞ മറുപടി എന്താ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, എന്നൊരു ചോദ്യമാണ്, നബി അങ്ങാരെന്ന് എനിക്കറിയില്ലേ? അങ്ങാരെന്നറിയോ? നബി ആദരവായ റസൂലുള്ളാഹിയുടെ മുഖത്തോട് നോക്കിയിട്ട് ആ ഉടമ്പ് പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ ആരെന്നറിയോ? അല്ലാഹുവിന്റെ തിരുദൂതരെ എന്ന റസൂൽ റബ്ബുൽ ആലമീൻ. അല്ലാഹുവിന്റെ തിരുദൂതരെ ആരെന്നറിയുമോ? അങ്ങ് സർവ്വലോകത്തിനും അനുഗ്രഹമായി അയക്കപ്പെട്ട ദൂതനല്ലോ, അങ്ങ് ഈ ലോകത്തിന്റെ മുഴുവൻ പ്രവാചകനല്ലോ, അങ്ങ് ഇഹലോകത്തിന്റെ മാത്രമല്ല പരലോകത്തിന്റെ മാത്രമല്ല സപ്തഭൂഖണ്ഡങ്ങളുടെ, സപ്തഭൂമിയുടെ, സപ്തവാദത്തിന്റെ, സപ്തസാഗരങ്ങളുടെ അല്ലാഹുവിന്റെ തിരുദൂതരെ കാലത്തിന്റെയും ലോകത്തിന്റെയും നായകനായി അങ്ങ് വന്നവരല്ലോ, അങ്ങ് ഈ ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമല്ലോ, അന്ത റസൂലു റബ്ബുൽ ആലമീൻ. അങ്ങ് സർവ്വലോകത്തിന്റെ അനുഗ്രഹമല്ലോ, അന്ത ഖാതിമുൻ നബിയ്യീൻ. 1,24,000 വരുന്ന പ്രബോധനോടെ കടന്നു വന്ന പ്രവാചകന്റെ സത്യക്ക് പരസമാത്തു കൊടുക്കപ്പെട്ടു. അങ്ങ് ലോകത്തോട്ട് കടന്നു വന്ന പ്രവാചകത്തിന്റെ റിസാലത്തിന്റെ അവസാനത്തെ കണ്ണിയല്ലോ. ആരാണ് പറയുന്നത്? ആരുടെ വാക്കാന്നറിയുമോ? സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഇത് ആരുടെ വാക്കെന്നറിയോ? ഒരു മനുഷ്യന്റെ അല്ല, ഇമാം ബുഖാരിയുടെ വാക്കുകളല്ല, റഹിമഹുല്ലാഹു തആല. ഇമാം ബുഖാരിയുടേതല്ല. ഇത് ലോകത്തിന്റെ ഏറ്റവും വലിയ നായകനോട് ആ റസൂലിനെ തിരിച്ചറിഞ്ഞ ഒരു നാൽക്കാലിയുടെ വാക്ക്. ആ നാൽക്കാലിയുടെ വിവരം പോലുമില്ലാത്തവനായ മുസ്ലിമീങ്ങളിൽ ചിലർ മാറിപ്പോയി. സഹോദരങ്ങളെ, അങ്ങ് ആരെന്നറിയുമോ? നബിയെ. എന്നിട്ടും ഉടമ്പ് നിർത്തിയില്ല. ആ ഉടമ്പിന്റെ വാക്കുകളിലൂടെ ഇരുകാലികൾ
ഹബീബിന്റെ ചെവിയിലേക്ക് നമുക്ക് റസൂലുള്ളാഹിനെ പറയാം. ഓ നബിയേ മുറുകെ പിടിച്ചത് അഹിയാ റബ്ബി ലക ശഹറുൽ മൗലിദി വലല്ലനാമി ബിദിക്രി മൗലിദി അഹ്മദി അഹിയാ റബ്ബി ഖൽബി ശഹറുൽ മൗലിദി വലല്ലനാമി ബിദിക്രി മൗലിദി അഹ്മദി ഇതാശിക്കിന്റെ പ്രമേയമാണെങ്കിൽ ഇതാശിക്കിന്റെ പ്രമേയമാണെങ്കിൽ ഇതൊരു വല്ലാത്ത പറയമാണ് വല്ലാത്ത പറയമാണ് എന്റെ ഹൃദയത്തിലൊരു വസന്തം തൊട്ടിരിക്കുന്നു നബിയേ എന്റെ ഹൃദയത്തിലാണ് വസന്തം ഉണ്ടായത് ഈ വസന്തം കാലത്തിന്റെ വസന്തമല്ല ഈ വസന്തം ലോകത്തിന്റെ വസന്തമല്ല ഈ വസന്തമാഞ്ഞടിച്ചത് എവിടെയെന്നറിയുമോ എന്റെ ഈ നെഞ്ചിൻ കോടിന്റെ ഉള്ളിലുള്ള ഹൃദയത്തിലാണ് തിരുനോദര് എങ്ങനെയാണ് എന്റെ ഹൃദയത്തിന് വസന്തമുണ്ടായത് എന്റെ ഭാര്യയെ കണ്ടപ്പോഴല്ല എന്റെ മക്കളുടെ പൂമുഖം തെളിഞ്ഞപ്പോഴല്ല അഹമ്മദായ നബിയേ മുഹമ്മദ് മുസ്തഫായ നബിയേ മുസ്തഫായ നബിയേ മുസ്തഫായ നബിയേ തുറഊഫ് ഹേ തുറഹീം ഹേ തുറഊഫ് ഹേ തുറഹീം ഹേ തുറസൂൽ റബ്ബേ കരീം ഹേ റബ്ബായ നബിയേ റഹീമായ നബിയേ അല്ലാഹുവിന്റെ റസൂലായ റബ്ബ് കരീം ഹേ തുറസൂൽ റബ്ബേ കരീം ഹേ ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമായി വന്ന നബിയേ ഫക്കീറോ മൽജ ലൈഫോ മഗ്വാ യതീമോ വാലി ഗുലാമോ മൗലാ ഫക്കീറോ മൽജ ലൈഫോ മഗ്വാ യതീമോ വാലി ഗുലാമോ മൗലാ ഈ പ്രവാചകൻ പറയാൻ വിശേഷങ്ങളൊന്നുമോ എന്തൊക്കെയാണ് പറയേണ്ടത് ഫക്കീറോ മൽജ ഫക്കീറോ മൽജ നിരാളം വരുടെ നിത്യാശ്രയമേ ലൈഫോ മൗലാ നിരാളം വന്റെ തിരുമറിയാലമ്മേ തിരുനബിയേ മുഹമ്മദ് മുസ്തഫ ലൈഫോ മൗലാ യതീമോ വാലി അനാഥകളുടെ സനാതനേ അനാഥകളുടെ നാഥനേ യതീമോ വാലി ഗുലാമോ മൗലാ ബാല്യത്തിന്റെ ഏറ്റവും വലിയ മണക്കമേ ഈ പ്രവാചകനെ പറഞ്ഞിട്ട് ഏതു മതമാണ് പറഞ്ഞു തീരുക കവി പറഞ്ഞതാണ് ശരി മതനമന മുടിയടകും നബിയുടെ മധുമുറ ചെയ്തു മുടിയുമോ മതനമന മുടിയടകും നബിയുടെ മധുമുറ ചെയ്തു മുടിയുമോ ഈ പ്രവാചകന്റെ മധു പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമോ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കാൻ ഈ റമീന്റെ പുണ്യമായ ദിവസത്തിൽ 2.5 മണിക്കൂർ നടത്തിയിട്ട് ഞാൻ കടന്നു വരുമ്പോ ഈ നീലാദന്റെ പ്രവാസന കേൾക്കാൻ എന്റെ പേര് നിർമ്മിച്ചു കൂടി എന്റെ ജനാരകമേ എന്റെ ഇന്നത്തെ സലാത്ത് മദീനയിലോട്ട് കടന്നതല്ലേ ഇന്നത്തെ സലാത്ത് നമുക്ക് ഹൃദയം മദീനയുമായി ബന്ധുക്കാം നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലല്ല നമ്മൾ നിൽക്കുന്നത് ചെറുപ്പക്കിടക്കല്ല നമ്മൾ നിൽക്കുന്നത് നമ്മൾ നടക്കുന്നത് ബന്ധിയോടല്ല നമ്മൾ നിൽക്കുന്നത് അൻസാറിന്റെ സദസ്സിലല്ല ഞാനിവിടെ നിൽക്കുന്നത് എവിടെയെന്നറിയുമോ ഞാൻ നിൽക്കുന്നത് പച്ചക്കുപ്പയുടെ പട്ടടത്താണ് അങ്ങനെ മദീനത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന പച്ചക്കുപ്പയുടെ ചാരത്താണ് ഞാൻ നിൽക്കുന്നത് എന്റെ ദേഹമേ ഇവിടെയോ എന്റെ ദേഹം മദീനത്താണ് 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 അത് വെച്ചിട്ട് പറയുക ഈ പ്രളയം മനസ്സിൽ കൊടുത്തവനാരോ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കാൻ ഇവരെ പൊളിച്ചെത്തിയ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് കാസർഗോഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹം ഒരു വല്ലാത്ത അമൃത് പോലെ മനസ്സിൽ നിറച്ചവർ സഹോദരങ്ങളോട് കാസർഗോഡ് നിവാസികളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ പ്രണാമം ചെയ്യുകയാണ് 2.5 മണിക്കൂർ താമസിച്ചു വരുമ്പോഴും അറബിക്കടലിന്റെ അരമാനമോട് ആവേശത്തോട് ഈ വിനീതിന്റെ പ്രവാസനം കേൾക്കാൻ തടിച്ചുകൂടിയവർ ഏതൊരു സദസ്സിന് 2.5 മണിക്കൂർ കഴിഞ്ഞാൽ പാതി പിരിഞ്ഞു പോകും പക്ഷേ കാസർഗോഡ് അങ്ങനെയല്ല അവരുടെ സ്നേഹം തൊട്ടറിഞ്ഞവനാണ് ഞാൻ അത് ഇവിടത്തെ സ്നേഹം മാത്രമല്ല ഈ നബിദിനത്തിന്റെ തലേ ദിവസം വെള്ളിയാഴ്ച ഞാൻ അങ്ങോട്ട് പ്രഭാഷണം നടത്തുന്നു സഹോദരങ്ങളെ അവിടെയും തടിച്ചുകൂടി കാസർഗോഡ് നിവാസികൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പാതിരാ സമയത്ത് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു കടന്നു വന്നു കാസർഗോഡ് നിവാസികൾ
വീട്ടിൽ കൊണ്ടുപോകണം. ആരെന്നറിയുമോ? അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, യുണൈറ്റഡ് ഹൈപ്പർ മാർക്കറ്റ്. അവിടുത്തെ ബഹുമാനനായ സുഹൃത്ത് റഹ്മാൻ സാഹിബ് അടക്കമുള്ള എത്രയോ കാസർഗോഡ് നിവാസികൾ, തസ്മീർ എന്ന സഹോദരൻ, സലീം എന്ന സഹോദരൻ, ഉസ്മാൻ എന്ന സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിയാസ് ഖാദർ എന്ന സഹോദരൻ 2 ദിവസം കൂടെ പുറപ്പെടുന്നപ്പോൾ എല്ലാം വാരി നെഞ്ചോടക്കി തന്നപ്പോ അവസാനം പിരിയുമ്പോൾ കൺകോണുകളിൽ കണ്ണുനീര് നിറഞ്ഞു പോയി. ഞാനവരുടെ കൂടെ പുറപ്പല്ല, ഞാനവരുടെ സഹോദരനല്ല, ഇതിനു മുമ്പ് അവരെന്നെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ദുബൈ എയർപോർട്ടിൽ 2 ദിവസം ദുബൈയിലിരുന്നിട്ട് 2 ദിവസം വെള്ളിയാഴ്ച ഇവിടെ നിന്ന് ദുബൈയിലെത്തി. ഞായറാഴ്ച രാവിലത്തെ ഫ്ലൈറ്റിന് തിരിച്ചിറങ്ങുമ്പോ 2 ദിവസത്തെ സൗഹൃദം ദുബൈ എയർപോർട്ടിൽ ഞാൻ അവസാനം ഇമിഗ്രേഷൻ കിടങ്ങടുത്തോട്ട് കയറുമ്പോ ഞാൻ കണ്ടിരുന്നു എന്നെ യാത്രയാക്കാൻ വന്നവരുടെ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര്. ആ കണ്ണുനീര് ലോകത്തിന്റെ സ്നേഹത്തിന്റെ കവാടമായി. കാസർഗോഡ് നിവാസികളെ, നിങ്ങളിലെല്ലാവരും മറ്റൊരാളും ഇത് കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അൻസാറുകളെ കണ്ടിട്ടുള്ളൂ. മദീനത്തിന്റെ അൻസാറുകൾക്ക് ഇങ്ങനെയൊരു സ്നേഹം പകരം വെക്കാനുള്ളൂ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു ആ സ്നേഹബന്ധം നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങളിൽ ഒരുവനെ പോലെ ഈ സഹോദരനെ നിങ്ങൾ ഏറ്റെടുക്കുന്നു. അവസാനം ഇവിടെ നിന്ന് യാത്ര പറയുമ്പോൾ കൈ നിറയെ സമ്മാനങ്ങളും ഏറ്റവും അവസാനം ഒരു വിട പറച്ചിലിന്റെ കണ്ണുനീര് തരുന്ന എത്രയോ സഹോദരങ്ങൾ, ആ സ്നേഹത്തിന്റെ ഒരു അനിവാര്യം പോലെ എത്രയോ സഹോദരങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ബന്ധത്തിന് മുഴുവനും അടിസ്ഥാനമാണെന്നറിയുമോ? ആരുടെ പേരിൽ ഈ ബന്ധമുണ്ടായി? ആരാണ് ഈ സൗഹൃദത്തിന്റെ നായകൻ? ആരാണ് ഈ സുഹൃത്തിന്റെ നായകൻ? ആ നായകൻ മറ്റാരുമല്ല, ആ നായകൻ മറ്റാരുമല്ല. ബഹുമീവ വസുലീ വാഹുദൂനി ഇൻഷാഅല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ തിരുപേരുടെ പേരിലല്ലോ ബന്ധമുണ്ടായത്. ഉടുമ്പ് പറഞ്ഞ നബിയേ, ഖദ് അഫ്ലഹ മൻ സദ്ദഖക. അങ്ങേ സ്നേഹിച്ചവരെ വിജയിച്ചു പോയി നബിയേ. ഇനി വിജയിക്കുമെന്നല്ല, ഇനി അവരെ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നല്ല. ആരുടെ കയ്യിലാണോ ഇഷ്ടമുള്ളത്, ഖദ് അഫ്ലഹ മൻ സദ്ദഖക, അവര് വിജയിച്ചു കഴിഞ്ഞു നബിയേ. വഖദ് ഖാബ മൻ കസ്സബക. അങ്ങേ കളവാക്കുന്നവർ, അങ്ങേ സാധാരണക്കാരനാക്കുന്നവർ, അങ്ങയുടെ വ്യക്തിത്വം തൊട്ടറിയാൻ കഴിയാത്ത ഹതഭാഗ്യകൾ, അവരെ പറഞ്ഞുപോയി അവരെ ആക്രമികൾ ലോകത്താരുമില്ല. ഇന്ന് ഉടുമ്പ് പറയുമ്പോ കരത്തിലേക്കുള്ള വേദനവാണ്ട് റസൂലിന്റെ കയ്യിലോട്ട് പിടിച്ചു. അള്ളാന്റെ റസൂലിന്റെ കൈവെള്ളയിലോട്ട് പിടിച്ചു. അള്ളാന്റെ റസൂലിന്റെ കണ്ടിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ പുണ്യമായ കൈയിലോട്ട് വിട്ടിട്ട് കാട്ടറബി പറയുന്ന നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞ നബിയേ, എന്റെ ധാരണയെ നിങ്ങൾ തെറ്റിച്ചു കളഞ്ഞു. സ്നേഹത്തിന്റെ കാര്യത്തിൽ കാസർഗോഡ് മുമ്പന്തിയിലാണ്. പക്ഷെ അതേപോലെ തന്നെ എടഞ്ഞു കഴിഞ്ഞ തീർന്നു. പിന്നെ രണ്ടറ്റത്ത് തന്നെ. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞതാക്കത് ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രണയത്തിലൂടെ ലോകത്തിൽ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത സൗഭാഗ്യം എത്തിപ്പിടിച്ച ഒരു നല്ല ദൈക്ഷണിക യൗവനത്തിന്റെ പ്രതീകമായ ഒരു ചെറുപ്പക്കാരന്റെ കഥ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. ഞാൻ പറയുന്നല്ല, അള്ളാഹുവിന്റെ ഖുർആൻ. അള്ളാഹു ആ ഇഷ്ക് അള്ളാഹു അവസാനം വരെ നിലനിർത്തി തരട്ടെ. ആ ആഗ്രഹം അള്ളാഹു അവസാനം വരെ നിലനിർത്തി തരട്ടെ. ഒരു ഫാനും കൂടെ കിട്ടി നല്ല ചൂട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും മൊബൈൽ ഫോണൊക്കെ ഒന്ന് ഓഫാക്കും. എല്ലാവരും മൊബൈൽ ഫോൺ